നമസ്കാരം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മികവിന്റെ പുതുചരിത്രം തീർത്ത് CCTV. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന അഭിമാന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് നിർവഹിച്ചു. അതിവേഗ ബ്രോഡ്ബാൻഡ് സേവനം ഉറപ്പുവരുത്തുന്ന MPLS സംവിധാനത്തിന്റെ പ്രഖ്യാപനത്തോടൊപ്പം ഓണസമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരെന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് ആദരവും നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിനായി ദേവസ്വം നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ദർശന സൗകര്യം നാളെ നിലവിൽ വരും. കിഴക്കേ നടയിൽ ചൊവ്വാഴ്ച രാവിലെ 6:30 ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം സാധ്യമാക്കും. പുതുക്കാടുണ്ടായ വ്യത്യസ്ത വാഹനാപകടത്തിൽ 2 മരണം. തൃശൂർ പുതുക്കാട് KSRTC ബസ്സിടിച്ച് മരിച്ചത് കാഞ്ഞൂർ സ്വദേശിനി സിന്ധുവും പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് ചെറുതുരുത്തി പള്ളം സ്വദേശി റിജാസും മരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരുന്ന ഏകദേശം 600 കോടി രൂപയുടെ നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസർമാരെ കണ്ടെത്താനുള്ള നീക്കവുമായി ഗുരുവായൂർ ദേവസ്വം. ദേവസ്വത്തിന്റെ നിലവിലെ നിക്ഷേപത്തിൽ നിന്ന് തുക ചെലവഴിക്കാതെ സന്നദ്ധരായ വ്യക്തികളെക്കൊണ്ടും സ്ഥാപനങ്ങളെക്കൊണ്ടും ചിലവ് വഹിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വാർത്തകൾ വിശദമായി. സാങ്കേതിക മികവിന്റെ പുതുചരിത്രമെഴുതി CCTV. കേരള വിഷന് കീഴിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളുടെ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിംഗ് സംവിധാനം ഒരുക്കിയ ആദ്യ സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനം പ്രൗഢമായ സദസ്സിനെ സാക്ഷിയാക്കി കുന്നംകുളത്ത് നടന്നു. ചടങ്ങിൽ MPLS നെറ്റ്വർക്ക് പ്രഖ്യാപനവും ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം 1.5 ലക്ഷം പിന്നിട്ടതിന്റെ ആഘോഷവും തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ചൂണ്ടൽ IMA ഹാളിൽ നടന്ന ചടങ്ങിൽ MPLS പ്രഖ്യാപനം KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് നിർവഹിച്ചു. കേവലം ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണെങ്കിലും ഉപഭോക്താക്കളോടുള്ള ചുമതലകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഡിസ്ട്രിബ്യൂഷനെ ഏറ്റെടുക്കാവുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് CCTV MPLS പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് അനിൽ മംഗലത്ത് വ്യക്തമാക്കി. കുന്നംകുളത്തിന് മാത്രം അല്ലെങ്കിൽ CCTVക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു മേന്മയാണ് നേതൃത്വത്തിന്റെ കഴിവും ഓപ്പറേറ്റേഴ്സിന്റെ കൂട്ടായ്മയും കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ കേരളത്തിൽ അത് കുന്നംകുളത്തിന് മാത്രം അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ CCTVക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മേന്മ തന്നെയാണ്. കാരണം ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ കഴിവും ഇവിടെയുള്ള മുഴുവൻ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂട്ടായ്മയും കൊണ്ട് മാത്രമാണ് അത് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു കൂട്ടായ്മക്ക് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെയും അതുപോലെ KCCL KVBL കമ്പനികളുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു. ഓപ്പറേറ്റർമാരുടെ പൊതു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ മാതൃകയാവുന്ന തരത്തിൽ CCTV എന്ന പ്രസ്ഥാനം 1/4 നൂറ്റാണ്ട് മുൻപ് രൂപീകൃതമാവുകയും തുടർന്ന് നേട്ടങ്ങൾ കൈവരിക്കാവുന്ന തരത്തിലേക്ക് ആ കൂട്ടായ്മയെ വളർത്തിയെടുക്കുകയും ചെയ്ത CCTV മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് PB സുരേഷ് പറഞ്ഞു. ഓപ്പറേറ്റർമാരുടെ പൊതു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിന് മാതൃകയാവുന്ന തരത്തിൽ CCTV എന്ന പ്രസ്ഥാനം 1/4 നൂറ്റാണ്ട് മുൻപ് രൂപീകൃതമാവുകയും തുടർന്ന് ഈ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നേട്ടങ്ങളൊക്കെ കൈവരിക്കാവുന്ന തരത്തിലേക്ക് ആ കൂട്ടായ്മയെ വളർത്തിക്കൊണ്ടുവരാനും CCTVക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ അവസാനമായി ഇവിടെ പ്രഖ്യാപിച്ച MPLS നെറ്റ്വർക്ക് സംവിധാനം. കേരളത്തിൽ ആദ്യമായി ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം വിജയകരമായി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേരള വിഷൻ എന്ന് പറയുന്ന പൊതു സംവിധാനം രൂപീകരിക്കുന്നതിലുൾപ്പെടെ അതിന് മാതൃകയാവാവുന്ന തരത്തിലേക്ക് നമ്മളുടെ ഈ കൂട്ടായ്മ ഉയർന്നു വരുമ്പോഴും ഇതിനൊക്കെ നിദാനം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റർമാരുടെ ഒരു ഐക്യം തന്നെയാണ്. 1/2 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് നിർവഹിച്ചു. ദീർഘവീക്ഷണമാർന്ന പ്രവർത്തനങ്ങളിലൂടെ സേവന രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന CCTV ഇനിയും മികവോടെ മുന്നോട്ടു പോകുമെന്ന് ജയപ്രകാശ് പറഞ്ഞു.
2021-22 ഞങ്ങളത് MPLS പൂർത്തീകരിച്ചു, NMS നടപ്പിലാക്കി. ഇതിൻ്റെ എല്ലാം ഭാഗമായി നമുക്കത് കൃത്യമായിട്ടൊരു സിംഗിൾ പോയിന്റിൽ ഇരുന്നു കൊണ്ട് കസ്റ്റമറെ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് കസ്റ്റമർക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അവർക്കുള്ള പ്രശ്നങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനും സമയബന്ധിതമായി തീർക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ മികച്ച പ്രകടനം CCTV തീർച്ചയായിട്ടും കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മറ്റൊരു തർക്കമൊന്നുമില്ല. CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷനായി. ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം 1.5 ലക്ഷം പിന്നിട്ടതിൽ സന്തോഷം പങ്കുവച്ച് ചടങ്ങിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. സാങ്കേതിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന CCTV ജീവനക്കാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കേരള വിഷൻ ക്വാളിറ്റി അഷുറൻസ് മേധാവി VA രാജേഷ് MPLS വിശദീകരണം നടത്തി. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ, ടേണിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ KV രാജൻ, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി CG ജോസ്, KCCL കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ അനിൽ K നായർ, റെയിൽടെയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അജിത് കുമാർ, KFON BDM MS സജിത്, BSNL ഭാരത് ഫൈബർ ബിസിനസ് മാനേജർ ടോണി, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV ചെയർമാൻ KR അനന്തരാമൻ, CCTV ഡയറക്ടർ NV അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാർ, സബ് ഡിസ്ട്രിബ്യൂഷൻ പ്രതിനിധികൾ, വിവിധ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പ്രതിനിധികൾ, CCTV ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ചില പ്രദേശങ്ങൾ ഒഴികെ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് മിന്നൽ പ്രളയമായിരുന്നുവെന്നും രാത്രി വരെ മുന്നറിയിപ്പ് ഇല്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NDRF സംഘങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ഭക്ഷണപ്പൊതികളും എല്ലാം തയ്യാറാണ്. പത്തനംതിട്ടയിൽ പ്രത്യേക സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ പത്തനംതിട്ടയിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡാമുകളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പല ഡാമുകളിലും ജലനിരപ്പ് വളരെ താഴെയാണ്. ജലം ഡാമുകളിൽ നിന്ന് ഒഴുക്കിവിടുന്നുവെന്നത് വ്യാജ പ്രചരണമാണ്. ആശങ്ക പരത്തുന്ന ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 15 മരണങ്ങൾ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. 7 പേരെ കാണാതായി. 316 ക്യാമ്പുകളിലായി 11,018 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും വീട് പൂർണ്ണമായി തകർന്നവർക്ക് 6 ലക്ഷം രൂപ നൽകുമെന്നും വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കാലത്തെ നേരിടാൻ സർക്കാർ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. പ്രീ മൺസൂൺ യോഗങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. ജൂലൈ 30-ന് കളക്ടർമാരുടെ യോഗം ചേർന്നിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാകില്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും പുഴകൾ, തോടുകൾ, ക്വാറികൾ, വെള്ളക്കെട്ടുകൾ എന്നിവയ്ക്ക് സമീപത്തേക്ക് കുട്ടികൾ പോകരുതെന്നും ശക്തമായ മഴയുള്ള സമയങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം. തൃശൂർ പുതുക്കാട് യുവതി KSRTC ബസ് ഇടിച്ചു മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി. പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി പൊരന്തരപ്പള്ളി വീട്ടിൽ റോയ്സന്റെ ഭാര്യ 48 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 7ഓടെ പുതുക്കാട് സെന്ററിലായിരുന്നു അപകടം. ചാലക്കുടിയിലേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് സ്റ്റോപ്പിൽ നിന്ന് മുന്നിലേക്കെടുക്കുന്നതിനിടെ ബസ് ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് വഴിയോരത്തുകൂടി നടന്നു പോകുകയായിരുന്ന സിന്ധുവിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ദേശീയപാതയോരത്തുള്ള ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. റോഡിൽ വീണ സിന്ധുവിന്റെ തലയിലൂടെ ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. ബസ് പാഞ്ഞു വരുന്നത് കണ്ട് ചായക്കടയുടെ മുമ്പിൽ നിന്നിരുന്നയാൾക്ക് ഓടിമാറുന്നതിനിടെ വീണ് പരിക്കേറ്റു. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചാണ് ബസ് നിന്നത്. പരിക്കേറ്റ സിന്ധുവിനെയും ബസ് ഡ്രൈവറെയും നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും
സിന്ധുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. രാജഗിരി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ ആൻമരിയയെ ബസ് കയറ്റിവിട്ട ശേഷം നടന്നുവരുന്നതിനിടെയാണ് അപകടം. കനത്ത മഴയെ തുടർന്ന് CG റോഡിന് സമീപം സ്കൂട്ടർ നിർത്തിയ ശേഷം മകൾ ധരിച്ചിരുന്ന മഴക്കോട്ട് തിരികെ വാങ്ങാനാണ് സിന്ധു ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. സാധാരണ ദിവസങ്ങളിൽ ദേശീയപാതയ്ക്ക് സമീപത്തുള്ള റോഡ് വരെയാണ് സിന്ധു മകളുമായി എത്താറുള്ളത്. പുതുക്കാട് സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ്സായതുകൊണ്ട് ഒരു യാത്രക്കാരി മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോ സ്റ്റാൻഡിനിടയിലൂടെയാണ് പാഞ്ഞുകയറി ചായക്കട പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ പുതുക്കാട് അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ചെറുതുരുത്തി പള്ളം പള്ളിക്കൽ കടവത്തൊടി അങ്കണവാടിക്ക് സമീപം താമസിച്ചിരുന്ന മേലേതിൽ ഇബ്രാഹിം എന്ന മാനുവിന്റെ മകൻ 22 വയസ്സുള്ള റിജാസ് ആണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. സിഗ്നലിൽ ബൈക്കിൽ കാത്തു നിൽക്കുകയായിരുന്ന പള്ളം സ്വദേശിയായ റിജാസിനെ നിയന്ത്രണം തെറ്റിയെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട വാൻ മറ്റു വാഹനങ്ങളിലേക്കും ഇടിച്ചു കയറി. യാത്രക്കാർക്ക് പരിക്കുണ്ട്. നിലവിൽ കറുകപ്പുത്തൂർ ചെള്ളിപ്പടിയിലാണ് റിജാസും കുടുംബവും താമസിച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരുന്ന ഏകദേശം 600 കോടി രൂപയുടെ നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസർമാരെ കണ്ടെത്താനുള്ള നീക്കവുമായി ഗുരുവായൂർ ദേവസ്വം. ദേവസ്വത്തിന്റെ നിലവിലെ നിക്ഷേപത്തിൽ നിന്ന് തുക ചെലവഴിക്കാതെ സന്നദ്ധരായ വ്യക്തികളെ കൊണ്ടും സ്ഥാപനങ്ങളെ കൊണ്ടും ഈ ചിലവ് വഹിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായി ആകെ 6.82 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 160 കെട്ടിടങ്ങളും 22 കുടുംബങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ട ഏകദേശം 600 കോടി രൂപ ദേവസ്വം കെട്ടിവയ്ക്കണം. ഈ തുകയാണ് സ്പോൺസർമാർ വഴി കണ്ടെത്താൻ ദേവസ്വം ശ്രമിക്കുന്നത്. ഇതിന് സന്നദ്ധതയറിയിച്ച് നിരവധി പേർ ദേവസ്വത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. കണക്കുകൾ പ്രകാരം ഇത് അക്യൂസേഷൻ കഴിയുമ്പോഴേക്കും 600 കോടി രൂപ വരുന്നതാണ്. നമ്മൾ ചെറിയ ഒരു അസസ്മെന്റ് കിട്ടും. അത് പൂർണ്ണതയാണ്, ശരിയാണെന്ന് പറയാം, കുറയാം കൂടാം. പക്ഷെ 600 കോടി രൂപയോളം അതിന് ഈ അസസ്മെന്റിന് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ആ 600 കോടി രൂപ നമ്മളെ ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിൻ്റെ അപ്പുറം സോഴ്സുകൾ തരികയാണ് ഞങ്ങൾ. നമ്മൾ ഫണ്ടിൽ തൊടാതെ ദേവസ്വത്തിന് 1 ഉറുപ്പ്യ പോലും ചെലവാക്കാതെ മറ്റു സോഴ്സ് ഒരുപാട് ഭക്തർ വന്നിട്ട് ഇപ്പോൾ സ്വർണ്ണ കിരീടങ്ങൾ 2 ആൾ കൊടുത്തു, വെള്ളി ഉരുളികൾ കൊടുത്തു. ഇതൊക്കെ ഈ ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഓരോന്ന് ചെയ്തു തരാൻ പറഞ്ഞിട്ട്. എന്നാൽ വ്യാപാരികൾ ആശങ്കാകുലരാണ്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അതിനുശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാവൂ എന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. തങ്ങളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പാക്കേജും മതിയായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എന്നാൽ എല്ലാവർക്കും നിയമാനുസൃതവും അർഹവുമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് ദേവസ്വവും വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയും കണ്ണുനീർ വീഴ്ത്താൻ തയ്യാറല്ലെന്നും ദേവസ്വം ചെയർമാൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതേസമയം മുൻകാലാനുഭവങ്ങളാണ് ഭൂമി നഷ്ടപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഓണാവധിക്കു ശേഷം ഇതു സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിനായി ദേവസ്വം നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ദർശന സൗകര്യം നാളെ നിലവിൽ വരും. കിഴക്കേ നടയിൽ രാവിലെ 6:30 ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം സാധ്യമാകും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 4 മുതൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. ദിവസവും 8 മണിക്കൂർ വെർച്വൽ ക്യൂ ദർശനം ഉണ്ടാകും. പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കും. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയും ഈ സൗകര്യം ലഭിക്കും. ഓഗസ്റ്റ് മാസത്തെ വെർച്വൽ ക്യൂ ദർശനത്തിന്റെ ബുക്കിംഗ് പൂർത്തിയായി. സെപ്റ്റംബറിലെ വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് വൈകാതെ തുടങ്ങുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് നടത്തുന്നത്. കുന്നംകുളം ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർക്കിടയിലുണ്ടായ ചേരിതിരിവ്. കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗങ്ങളും. ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ചേരിതിരിവും കേസും ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. കുന്നംകുളത്തെ അഭിഭാഷകനായ KM ഉണ്ണികൃഷ്ണനെതിരെ അഡ്വക്കേറ്റ് പ്രിനു P വർക്കി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് ഉണ്ണികൃഷ്ണനെതിരെ ചാർജ് ചെയ്ത കേസിൽ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചതായി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കേരള ബാർ കൌൺസിലിൽ നിന്നും വാങ്ങിയ ചില രേഖകൾ അഡ്വക്കേറ്റ് പ്രിനു പി വർക്കിക്ക് നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചു എന്നായിരുന്നു ആരോപണം. ഇത് സംബന്ധിച്ചാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതും പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തതും. ഈ കേസിനാണ് ഹൈക്കോടതി സ്റ്റേ നൽകിയതെന്ന് ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. പക്ഷെ ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. മാത്രമല്ല, ഈ കേസിൽ പറയുന്ന കാര്യങ്ങൾ കളവാണെന്ന് ബോധ്യപ്പെട്ട ഹൈക്കോടതി ആ കേസിൽ യാതൊരു തുടർച്ചയും കൈക്കൊള്ളരുതെന്ന് കുന്നംകുളം പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നതാണ്. കുന്നംകുളം ബാർ അസോസിയേഷന്റെ ഫണ്ട് അസോസിയേഷൻ ഭരണസമിതി കൈമാറാതെ അഡ്വക്കേറ്റ് പ്രിനു പി വർക്കി കൈവശം വെച്ചുവരികയാണെന്നും അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തുടർച്ചയായി 4 വർഷം ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നിട്ടും തുടർന്നും ഭാരവാഹിയാകാൻ സാധിക്കാത്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെയെല്ലാം പിന്നിലുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹം ഭാരവാഹിയായതിനു ശേഷം കണ്ടെത്തിക്ക് ബാർ അസോസിയേഷൻ ഫണ്ട് കൈമാറാതിരുന്നതിനെ തുടർന്ന് പലതവണ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം ആ ഫണ്ട് തന്റെ കയ്യിലുണ്ടെന്നും അത് കൈമാറാമെന്നും പറഞ്ഞ് എനിക്ക് ഒപ്പിട്ട് നൽകുന്നതാണ്. പിന്നീട് തെറ്റുപറ്റിയെന്നും ക്ഷമ ചോദിക്കുന്നതെന്നും പറഞ്ഞും അത് എനിക്ക് ഒപ്പിട്ട് നൽകി. എന്നിട്ടും ആ ഫണ്ട് കൈമാറാതെ ബാർ അസോസിയേഷൻ ഫണ്ട് അനധികൃതമായി കൈവശം വെച്ച് ബാർ അസോസിയേഷൻ കൈമാറാതിരുന്നതിനെ തുടർന്ന് ബാർ അസോസിയേഷനിൽ വർക്കിക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിക്കും, അതിന് നടപടികൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ആ വിരോധത്തിൽ എനിക്കെതിരെ കളവായി പരാതി കൊടുത്ത് പോലീസിനെ സ്വാധീനിച്ചിട്ട് ഇപ്രകാരം ഒരു കേസ് എടുത്തിട്ടാണ്. ഇതിനിടെ കോടതിയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിട്ടും ഫണ്ട് ഇതുവരെയും കൈമാറിയിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. ഇത് കേസ് കൊടുക്കാനുള്ള പ്രധാന കാരണം ഈ ബാർ അസോസിയേഷൻ സംബന്ധിച്ച തർക്കമാണ്, ആ വൈരാഗ്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ആ വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇതിൽ വരുന്നുണ്ട്. അതായത് ഞാൻ ഈ രേഖകൾ കാണിക്കുന്ന ചെയ്യുമ്പോൾ അവർ ഒപ്പിട്ടുന്ന ആധികാരികരേഖയാണ്. ഞാൻ വെറുതെ ആരോപണം പറയില്ല. ഇതേ കോടതിയിൽ നിന്ന് അപേക്ഷ കൊടുത്ത് എടുത്ത കോപ്പി അപേക്ഷ കിട്ടിയ രേഖകളാണ്. അപ്പൊ അതിന് സത്യസന്ധത ഇല്ലാതുകൊണ്ട് ആർക്കാണെങ്കിൽ അപേക്ഷ കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് ആധികാരികത. എന്നാൽ അഭിഭാഷകർക്ക് നൽകാനായി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ ബാർ കൌൺസിലിൽ നിന്നും ഒപ്പിട്ടു വാങ്ങിയ രേഖകൾ ഇതുവരെയും തനിക്ക് നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചതായി അഡ്വക്കേറ്റ് പ്രിനു പി വർക്കി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം, ഇലക്ഷനില്ല, ഇപ്പോൾ ആരാണ് ഭാരവാഹികൾ എന്നുള്ള ഒരു അപേക്ഷയിലേക്ക് മറുപടി വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം കോടതി. ബാർ അസോസിയേഷന് 2026-27 കാലഘട്ടത്തിൽ അംഗീകാരം നൽകിയതായി കാണുന്നില്ല എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബാർ കൌൺസിലിന്റെ മേധാവിയാണ് നമുക്ക് ഈ വിവരം തന്നിട്ടുള്ളത്. ജനാധിപത്യ രീതിയിൽ കുന്നംകുളം ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മാത്രമേ ഫണ്ട് കൈമാറുകയുള്ളൂ എന്ന് അഡ്വക്കേറ്റ് പ്രിനു പി വർക്കി പറഞ്ഞു. 27,000 രൂപയാണ് ഫണ്ടായി നൽകാനുള്ളത്. ഫണ്ട് ചർച്ചയിലൂടെ കൈമാറാൻ സന്നദ്ധ പ്രകടിപ്പിച്ചെങ്കിലും അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള അഭിഭാഷക സംഘം ഇത് തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്നും അഡ്വക്കേറ്റ് പ്രിനു പറഞ്ഞു. വാങ്ങിക്കൊടുക്കാമെന്ന് അവിടെ ഒരു ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഇവിടെ കൊടുത്തത്. ബാർ കൌൺസിൽ മേധാവികൾ കൊടുത്തു. ഞാനിത് അറിയുന്നില്ല. പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് ഈ എന്റെ വഴിക്ക് ബാക്കി എല്ലാവർക്കും ഇദ്ദേഹം സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ നേരിട്ടും അല്ലാതെ കുറെ പ്രാവശ്യം ഞാൻ സമീപിച്ചപ്പോൾ ഓരോ കഴിവുകൾ പറഞ്ഞിട്ട് മാറിയിരിക്കുകയായിരുന്നു. എന്നാൽ എനിക്ക് ആധികാരിക രേഖയുണ്ടായിരുന്നില്ല. ഞാൻ വിവരാവകാശ പ്രകാരം ഞാൻ ബാർ കൌൺസിലിലേക്ക് എഴുതി ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ കോപ്പി എടുത്തിട്ടില്ല. അത്യാവശ്യമാണ്. അല്ല, ആർക്കും കിട്ടാവുന്ന രേഖകളാണോ അത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ബാർ കൌൺസിൽ ഇപ്പോൾ എല്ലാവർക്കും അത് സെപ്പറേറ്റ് പേഴ്സണൽ ആയിട്ടാണ് കൊടുക്കുന്നത്. പണ്ട് ഇതുപോലെ ഞാൻ കൊടുക്കാം. ഇല്ലെങ്കിൽ വക്കീലിനെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്ക് ബുദ്ധിമുട്ട് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നോട്ടറി അപ്ലിക്കേഷന് ആദ്യം ചോദിച്ചത് ഇത്തരം രേഖകളാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കേസുമായി മുന്നോട്ടു പോകുമെന്നും പ്രിനു വ്യക്തമാക്കി. അഭിഭാഷകരായ CB രാജീവ്, മാത്യു ചാക്കപ്പൻ, നോർമ, അനുഷ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടവല്ലൂർ പാടത്ത് നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. വളാഞ്ചേരി സ്വദേശിയായ വാഹനോടമ കുന്നംകുളത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്നതിനിടെയാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടമായത്. റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം കാർ തോട്ടിലേക്ക് മറിഞ്ഞു. ഇതിനിടെ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. വിവരമറിഞ്ഞ നാട്ടുകാരും കുന്നംകുളത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി. തോട്ടിൽ ശക്തമായ വെള്ളം ഒഴുക്കുള്ളതിനാൽ വാഹനം പാലത്തിനടിയിൽ അകപ്പെട്ട നിലയിലാണ്.
ശക്തമായ മഴയിൽ വേലൂർ പഞ്ചായത്തിലെ പഴവൂരിൽ വീട് ഭാഗികമായി തകർന്നു. പടിക്കൽപുരയ്ക്കൽ ജയന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ വീടിന്റെ മണ്ണിഷ്ടികകൾ കൊണ്ട് ചുമര് നനഞ്ഞ് കുതിർന്നിരുന്നു. വീടിന്റെ അടുക്കളയുടെ ഭാഗമാണ് തകർന്നത്. ജയനും അമ്മ കാർത്തിയേനിയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ AS ചന്ദ്രൻ സ്ഥലത്തെത്തി ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടും ഗ്രാന്റും വെട്ടിക്കുറയ്ക്കുകയും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പന്നിത്തടം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി PV ജോൺസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, LDF നേതാക്കളായ ഹംസ ഹാജി, MP റഫീഖ് തങ്ങൾ, TP ജോസഫ്, CH ലാഷ്, ഫ്രാൻസിസ് കൊള്ളനൂർ എന്നിവർ സംസാരിച്ചു. പുനേർകുളം അണ്ടത്തോട് പെരിയമ്പലം മേഖലകളിൽ കടൽ ഭിത്തി നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം NK അക്ബർ MLA സന്ദർശിച്ചു. തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കോട്ട് കാപ്പിരിക്കോട് വരെ ഭിത്തി കെട്ടുവാനുള്ള നടപടികൾക്കായി ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചതായി MLA അറിയിച്ചു. അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡിന് സമാന്തരമായാണ് നിലവിൽ കടൽഭിത്തി നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 500 മീറ്റർ നീളത്തിൽ 21 മീറ്റർ വീതിയിലുമാണ് വലിയ കരിങ്കല്ല് പാകി കടലാക്രമണം തടയുവാനുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 350 മീറ്ററോളം നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. ബാക്കി ഭാഗങ്ങളിലേക്ക് വിരിക്കുവാനുള്ള വലിയ കല്ലുകളും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും MLA പറഞ്ഞു. തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി വടക്കോട്ട് കാപ്പിരിക്കാട് വരെ ഇതേ രീതിയിൽ ഭിത്തി കെട്ടുവാനുള്ള നടപടികൾക്കായി 8,43,00,000 എസ്റ്റിമേറ്റ് ഉണ്ടാക്കി സർക്കാരിലേക്ക് പരിഗണനയ്ക്കായി നൽകിയിട്ടുണ്ട്. ഇത് അനുവദിച്ചു കിട്ടുന്ന മുറയ്ക്ക് തുടർ ഭിത്തി നിർമ്മാണം വ്യാപിപ്പിക്കും. അതേസമയം കടൽഭിത്തിയില്ലാത്ത അണ്ടത്തോട് സെന്റർ ബീച്ചിൽ നിരവധി തീരമാണ് കടലെടുത്തിട്ടുള്ളത്. ഇവിടെ അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡ് പരിസരത്ത് സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് കഴിഞ്ഞ ദിവസം കടലെടുത്തിരുന്നു. ഇത് വീണതിനെ തുടർന്ന് നാട്ടുകാർ കരയിലേക്ക് കയറ്റിവെച്ചു. ഇവിടെ റോഡിന്റെ സംരക്ഷണ ഭിത്തിയും കടലെടുത്തിട്ടുണ്ട്. കടൽഭിത്തി നിർമ്മിക്കാത്ത സ്ഥലങ്ങളിലാണ് കൂടുതലും നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളുടെ ചെമ്മീൻ ഹാറ്ററി, റിസോർട്ട്, ആളൊഴിഞ്ഞ വീടുകൾ എന്നിവയും പുതുതായി കടലെടുത്തു. ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കും. ഇത്തരം നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ കടൽഭിത്തി നിർമ്മാണം ദ്രുതഗതിയിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി ഉൾപ്പെടുത്തി ചെയ്യണമെന്നും അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മതിയായ ഫണ്ട് അനുവദിച്ച് നൽകണമെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാരായ AD ധനീബ്, MV ഷിനോദ്, MB സുജീഷ്, സെലീന മൊയ്തീൻ കോയ, പാർട്ടി നേതാക്കളായ MK ബക്കർ, V താജുദ്ദീൻ, നവാസ് അണ്ടത്തോട് തുടങ്ങി പാർട്ടി പ്രവർത്തകരും MLAയ്ക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ മഴയിൽ പോർക്കുളം പഞ്ചായത്തിലെ കല്ലഴിക്കുന്ന് ഹോരേം ഹാളിന്റെ ശുചിമുറി തകർന്നു വീണു. ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ഹാളിന്റെ പിൻവശത്തെ ശുചിമുറി പൂർണ്ണമായും സമീപമുള്ള മണ്ടുബാൽ എസ്തറിന്റെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. കല്ലഴിക്കുന്ന് ഏലപ്പുള്ളി രാധിയുടെ വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞു വീണു. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി ജോബ്, മെമ്പർമാരായ പ്രിയ ഹരികുമാർ, ഉണ്ണികൃഷ്ണൻ, P പ്രവീൺകുമാർ, വില്ലേജ് ഓഫീസർ സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് പ്രകാശ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചും LDF പുനേർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 2 മേഖലകളിൽ നിന്നാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. LDF നോർത്ത് മേഖല റാലി എടക്കര യുവധാര പരിസരത്തു നിന്നും, സൗത്ത് മേഖല റാലി എടക്കര വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. UDFന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വൻതോതിലാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും ലൈഫ് ഭവന പദ്ധതിയും സാധാരണ കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകാത്ത അവസ്ഥ സംജാതമാകുമെന്നും MLA ചൂണ്ടിക്കാട്ടി.
2026 ജൂലൈ 5-ന് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗം 20 ദിവസത്തിനകം ശ്മശാനം തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തീരുമാനിക്കുകയും നേതൃത്വപരമായി പങ്കുവഹിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായും ശ്മശാനം തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല. 2 ദിവസത്തെ സമയം അനുവദിച്ചാൽ ശ്മശാനത്തിന്റെ പ്രശ്നങ്ങൾ തീർത്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് കരാർ കമ്പനി പറയുന്നത്. അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ വിമുഖത കാണിക്കുന്ന ഭരണസമിതിക്കെതിരെ ജനവികാരം ഉയർന്നുവരുന്നുണ്ടെന്നും NK അക്ബർ കൂട്ടിച്ചേർത്തു. AK വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TV സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷംസു അമ്പലത്ത്, PV ജാബിർ, ബാബു മാസ്റ്റർ, MA വഹാബ്, KB ഫസലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നോർത്ത് മേഖലാ മാർച്ചിന് NK ഗോപി, VM ഷംസുദ്ദീൻ, VK ഇർഷാദ്, സുഹറ ബക്കർ, ഷൈബ ദിനേശൻ, MA അശോകൻ എന്നിവരും സൗത്ത് മേഖലാ മാർച്ചിന് TM വിക്രമൻ, ഷൈമജ നസീർ, ഷെഫീന മുനീർ, KV അലിക്കുട്ടി, BK മജീദ്, രജനി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. പിക്കപ്പ് ലോറി ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിയായ യുവതിക്കും പരിക്കേറ്റു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര പെട്രോൾ പമ്പിന് സമീപം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു അപകടം. പരിക്കേറ്റ ഡ്രൈവർ പുത്തൻകുളം കല്ലുംപറമ്പിൽ ഹമീദ് മകൻ നൌഷാദ്, ഓട്ടോ യാത്രിക പാതാക്കര വലിയാലിക്കൽ രാജേഷ്, ഭാര്യ രഞ്ജിനി എന്നിവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചങ്ങരംകുളത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് പെരുമ്പിലാവ് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കടവല്ലൂർ പഞ്ചായത്ത് സാമ്പത്തിക തട്ടിപ്പ് ഭരണസമിതിയുടെ ഒത്താശയോടെയാണെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ ആരോപിച്ചു. UDF നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക തട്ടിപ്പ് കേവലം ഒരു ജീവനക്കാരൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. K-സ്മാർട്ട് വഴി പണം സ്വീകരിച്ചാൽ 7 ദിവസത്തിനകം അക്കൗണ്ടിൽ വരവ് വെച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണക്കുകൾ പരിശോധിച്ച് പാസാക്കണം. ഇത്തരം നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ തട്ടിപ്പ് പുറത്തു വരാഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതിക്ക് തട്ടിപ്പിൽ പങ്കുള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശിച്ച് പണം തിരിച്ചടച്ചാൽ നിയമ നടപടികൾ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത് ഭരണസമിതിയുടെ അഴിമതി മൂടിവയ്ക്കാനാണ്. മരിച്ചവർക്കും സ്ഥലത്തില്ലാത്തവർക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് മറ്റൊരു തട്ടിപ്പാണ്. കടവല്ലൂർ പഞ്ചായത്തും സർവീസ് സഹകരണ ബാങ്കും ഏജന്റുമാരും ചേർന്നുള്ള ഈ തട്ടിപ്പും അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുതന്നെ ആഭ്യന്തര വിജിലൻസ് അല്ല, കടവല്ലൂർ പഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം കേരള പോലീസിന്റെ വിജിലൻസ് വിഭാഗം തന്നെ നടത്തേണ്ടതുണ്ടെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. മണ്ഡലം UDF ചെയർമാൻ PK ദേവദാസ്, UDF കൺവീനർ നാസർ കടവല്ലൂർ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നിഷ അരേഗത്ത്, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി NH ജലീൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി MM അബ്ദുൾ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കാട്ടുകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് 39-ാം നമ്പർ അംഗൻവാടിയിൽ വാർഡിലെ മുലയൂട്ടുന്ന അമ്മമാരെ ആദരിച്ചു. TS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ കമ്മിറ്റി അംഗം സുമിക സുധൻ അധ്യക്ഷത വഹിച്ചു. രേവതി സൂരജ്, സന്ധ്യ ശരത്, സുമിക, ഭവ്യ ബിബീഷ് എന്നിവരെയാണ് ആദരിച്ചത്. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പരാജൻ, അമ്പിളി ഷാജി എന്നിവർ ആശംസകൾ നേർന്നു. അംഗൻവാടി വർക്കർ TA വാസന്തി സ്വാഗതവും ആശാ വർക്കർ ഷീജ സുഗതൻ നന്ദിയും പറഞ്ഞു. പന്നിത്തടുത്ത് വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ മരത്തംകോട് നാറാണത്ത് വീട്ടിൽ 70 വയസ്സുള്ള സിദ്ദിഖിനാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പന്നിത്തടം സെന്ററിന് സമീപമുള്ള വളവിലായിരുന്നു അപകടം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി റോഡിലേക്ക് കയറ്റിയപ്പോൾ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്ക് കാറിന്റെ ബോണറ്റിനുള്ളിലേക്ക് ഇടിച്ചു കയറി. ബൈക്കിൽ നിന്ന് തെറിച്ച് കാറിന്റെ ഗ്ലാസിൽ തലയിടിച്ചു വീണ് പരിക്കേറ്റ യാത്രക്കാരനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്തിന്റെ കൈകളിൽ മൈലാഞ്ചി മൊഞ്ചു വിരിഞ്ഞു. പാരമ്പര്യവും കലയും കൈകോർത്ത അപൂർവ നിമിഷങ്ങൾക്ക് വേദിയായി മലായ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയ മെഹന്തി ഫെസ്റ്റ്. 100 കണക്കിന് കൈത്തലങ്ങളിൽ വിരിഞ്ഞ മെഹന്തി ഡിസൈനുകൾക്കൊപ്പം ആഘോഷത്തിന്റെ മനോഹര ചിത്രവും ഇവിടെ പിറന്നു. കൈകളെ ക്യാൻവാസാക്കി സൗന്ദര്യം കവിതയാകുന്ന അപൂർവ നിമിഷങ്ങൾ. പച്ചനിറത്തിന്റെ നേർത്ത വരകളിൽ കലയും പാരമ്പര്യവും ഒത്തുചേർന്ന ആഘോഷം.
കുന്നംകുളം മലായ ഗോൾഡൻ ഡയമണ്ട്സ് 26ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് ശ്രദ്ധേയമായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കുന്നംകുളം ലിവ ടവറിൽ നടന്ന മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന മലായ ഗ്രൂപ്പ് നഗര സൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടെ നൽകുന്ന പിന്തുണ പ്രശംസനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തോടൊപ്പം വളരുന്ന സ്ഥാപനത്തിന് അവർ ആശംസകളും നേർന്നു. മലായ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ CM അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, മലായ ഡയറക്ടർമാരായ ഐറിസ് ബക്കർ, ജാസർ, ഓസ്ട്രേലിയയിലെ മൗസൂഖ് ഹന്ന ഡയറക്ടറും മെഹന്തി ആർട്ടിസ്റ്റുമായ ആയിഷാസ് ബക്കർ, ജനറൽ മാനേജർ ഫാറൂഖ് കുട്ടോത്ത്, പർച്ചേസ് മാനേജർ നിഷ ഉമ്മർ, മാർക്കറ്റിംഗ് മാനേജർ AC ഉമ്മർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പാരമ്പര്യത്തിന്റെ സുഗന്ധവും കലയുടെ ഭംഗിയും കൈകോർത്ത മെഹന്തി ഫെസ്റ്റിൽ 300ഓളം പേരാണ് പങ്കെടുത്തത്. വ്യത്യസ്ത ശൈലികളിൽ ഒരുക്കിയ മെഹന്തി ഡിസൈനുകൾ ആഘോഷത്തിന് കൂടുതൽ മാറ്റേകി. ഓസ്ട്രേലിയയിലെ മൗസൂഖ് ഹെന്ന ഡയറക്ടറും മെഹന്തി ആർട്ടിസ്റ്റുമായ ആയിഷാസ് ബക്കറും ദുബായിലെ ഹെന്ന സ്പെഷ്യലിസ്റ്റ് ആർട്ടിസ്റ്റ് സുനൈന ഐറിഷും മത്സരത്തിന്റെ വിധികർത്താക്കളായി. മത്സരത്തിൽ പരൂർ സ്വദേശിനി ഫിദ A ഗഫൂർ 1ാം സ്ഥാനവും ഷെജിദ KA കടവല്ലൂർ 2ാം സ്ഥാനവും ഫാത്തിമ ഷിറിൻ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് യഥാക്രമം 1 ഗ്രാം, 1/2 ഗ്രാം, 1/4 ഗ്രാം സ്വർണം മലായ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ CM അബൂബക്കർ ഹാജി, ഡയറക്ടർമാരായ ഐറിസ് ബക്കർ, ജാസർ എന്നിവർ സമ്മാനിച്ചു. മലയുടെ 26ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് ഒരുക്കുന്നത്. ലോകകപ്പ് പ്രവചന മത്സരത്തിന് പിന്നാലെ സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റിനും മികച്ച ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. വരും ദിവസങ്ങളിൽ ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മലായ മാനേജ്മെന്റ് അറിയിച്ചു. പച്ചനിറത്തിന്റെ നേർത്ത വരകളിൽ സൗന്ദര്യവും സംസ്കാരവും ഒരുപോലെ കോർത്തിണക്കിയ മെഹന്തി ഫെസ്റ്റ് കുന്നംകുളത്തിന്റെ ആഘോഷ കലണ്ടറിലെ മറ്റൊരു മനോഹര അധ്യായമായി മാറി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃത്വ സംഗമം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ NK കബീർ, MC ഐജു, സെഫീന അസീസ്, KR രാധിക, CG ജോൺ എന്നിവർ സംസാരിച്ചു. അപ്പുട്ടന്റെ ചായക്കടയിലെ അടുപ്പ് ഇനി പുകയില്ല. 56 വർഷം നടത്തിയ കച്ചവടമാണ് എന്നേക്കുമായി അവസാനിപ്പിച്ചത്. ഞമ്മനേങ്ങാട് കവലയിലെ പഴയകാല പ്രൗഢയിൽ ബാക്കിയായ അപ്പൂട്ടന്റെ ചായക്കട ഇനി ഓർമ്മ മാത്രം. ഉച്ചയോടെ കട പൊളിച്ചതോടെ പൊറോട്ടയും സാമ്പാറും ചമ്മന്തിയും വിളമ്പിയ ചായക്കട ശേഷിപ്പ് പോലുമില്ലാതെ ഓർമ്മയായി. ബോംബെക്കാരൻ അപ്പൂട്ടൻ 1970-ലാണ് ചായക്കട തുടങ്ങുന്നത്. അന്നിവിടെ ഉണ്ടായിരുന്ന തയ്യൽ കടയും മിഠായി പീടികയും പലചരക്ക് കടയും വർഷങ്ങൾക്ക് മുൻപേ ഇല്ലാതായി. അപ്പൂട്ടൻ മരിച്ചപ്പോൾ മകൻ സുരേഷും ഭാര്യ രതിയും മക്കളും ചേർന്നായി കച്ചവടം. രാവിലെ 8:30 തുറക്കും. 11 മണിക്ക് കച്ചവടം അവസാനിപ്പിക്കും. പൊറോട്ടയും സാമ്പാറുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പൊറോട്ട കഴിച്ചാൽ സുഖമായി ഉറങ്ങാം എന്ന തമാശ കഥയിൽ മയക്കുവെടി എന്ന പേരും വീണു. പ്രവാസികൾ തമ്പടിക്കുന്ന ഇടം കൂടിയായിരുന്നു ഇത്. കടയിൽ വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാത്തതിനാൽ പാചകം ചെയ്യാനുള്ള വെള്ളം വരെ പുറത്തുനിന്നാണ് എത്തിച്ചിരുന്നത്. അടുക്കളയിൽ മാത്രം പ്രകാശിക്കുന്ന ബൾബ് വീട്ടിൽ നിന്ന് ദിവസവും ചാർജ് ചെയ്തു കൊണ്ടുവരും. ചായ വിറകടുപ്പിൽ നിന്ന് ഗ്യാസിലേക്ക് മാറ്റിയതു മാത്രമാണ് അരനൂറ്റാണ്ടിനിടെ ചെയ്ത ഏക ആഡംബരം. ഗ്യാസിന് വില കൂടിയതോടെ ഏതാനും മാസമായി പൊറോട്ടയും സാമ്പാറും വീട്ടിൽ നിന്ന് പാചകം ചെയ്തു കൊണ്ടുവരും. മുളവാരിയും പട്ടികയും കെട്ടി അതിൽ തകരഷീറ്റ് മേഞ്ഞതാണ് ചായക്കട. കട്ടിളയ്ക്ക് ഉയരം കുറവായതിനാൽ ഭവ്യതയോടെ കുനിഞ്ഞു മാത്രമേ ചായക്കടയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കട നിന്നിരുന്നത്. ഇത് ഒഴിയുന്നതിനാലാണ് കച്ചവടം അവസാനിപ്പിക്കുന്നത്. കട അടയ്ക്കുന്ന വിവരമറിഞ്ഞ് അവസാന ദിവസം ഒട്ടേറെ പേരാണ് പൊറോട്ട കഴിക്കാനെത്തിയത്. സുരേഷ് എല്ലാവരോടും വിശേഷം പറഞ്ഞു. എല്ലാവർക്കും മനസ്സറിഞ്ഞു വിളമ്പി. അങ്ങനെ അപ്പൂട്ടിന്റെ ചായക്കട രുചിയൂറുന്ന ഓർമ്മയായി. കനത്ത മഴയിൽ കടങ്ങോട് വീട്ടുകിണർ ഇടിഞ്ഞു താണു. പത്തുടിയിൽ പുത്തൻ പീടികയിൽ ഹനീഫയുടെ വീട്ടിലെ കിണറാണ് ഉച്ചയോടെ വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞത്. വീടിനോട് ചേർന്ന് മുൻവശത്താണ് കിണറുണ്ടായിരുന്നത്. മോട്ടോർ പമ്പ് സെറ്റും മണ്ണിനടിയിലായി. നവമണലൂർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗം സാഹിത്യോത്സവ നിർവഹണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. നിർവഹണ സമിതി കൺവീനർ അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രന്ഥശാല ഏകോപന സമിതി കൺവീനർ VK ദാസൻ,
വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി തിലകൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വായനശാല പ്രവർത്തകർ, കലാസാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. MP സജീബ് ചെയർപേഴ്സൺ, VK ദാസൻ ജനറൽ കൺവീനർ എന്നിവർ ഭാരവാഹികളായി സംഘാടക സമിതി രൂപീകരിച്ചു. വിവിധ വായനശാല പ്രതിനിധികളെ കൺവീനർമാരായും തിരഞ്ഞെടുത്തു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കഥ, കവിത, സാഹിത്യാസ്വാദനം എന്നിവയിൽ മത്സരങ്ങളും ശില്പശാലകളും പഞ്ചായത്തിലെ വിവിധ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രചനകൾ ഉൾപ്പെടുത്തി മാസിക പ്രസിദ്ധീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M നന്ദീഷ്, PC അബാൽമണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, രഞ്ജിത്ത് V എന്നിവർ സംസാരിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ സ്വാഗതവും ലോക്കൽ സെക്രട്ടറി AL ജോണി നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ ഫണ്ട് പൂർണ്ണമായി അനുവദിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സംസ്കാര സാഹിതി വെളിയങ്കോട് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത പിന്നണി ഗായിക S ജാനകിയെ അനുസ്മരിച്ച് പാട്ടരങ്ങ് സംഘടിപ്പിച്ചു. സംസ്കാര സാഹിതി സംസ്ഥാന സെക്രട്ടറി പ്രണവം പ്രസാദ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഗായിക വരലക്ഷ്മി സുരേഷ് പാട്ടത്തിൽ എന്നിവർ മുഖ്യാതിഥികളായി. ഷാജി കാളിയത്തേൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രദേശത്തെ ഗായകർ S ജാനകിയുടെ അനശ്വര ഗാനങ്ങൾ ആലപിച്ച് സംഗീതാർച്ചന നടത്തി. മഹേഷ് ബാബു, അരവിന്ദൻ മാറഞ്ചേരി, പ്രദീപ് കട്ടളത്ത്, നവാസ് സെൻസിക, ജയപ്രസാദ്, ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. P ശ്രീപതി സ്വാഗതവും പ്രഗിലേഷ് ശോഭ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം ഗുരുവായൂർ കിഴക്കേനടയിൽ പാലിയത്ത് ലീല നിര്യാതയായി 78 വയസ്സായിരുന്നു. ഗുരുവായൂർ അർബൻ ബാങ്ക് റിട്ടയേർഡ് ജീവനക്കാരിയാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ബാലൻ നായരാണ് ഭർത്താവ്. കൃഷ്ണപ്രസാദ് മകനാണ്. കുന്നംകുളം ചെമ്മണ്ണൂർ അടിയിൽ ആനന്ദവല്ലി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തും. പെലക്കാട്ട് പരേതനായ ഗംഗാധരൻ നായർ ഭർത്താവാണ്. ബീന, സുരേഷ്, ശ്രീദേവി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സാങ്കേതിക മികവിന്റെ പുതുചരിത്രം തീർത്ത CCTV. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന അഭിമാന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് നിർവഹിച്ചു. അതിവേഗ ബ്രോഡ്ബാൻഡ് സേവനം ഉറപ്പുവരുത്തുന്ന MPLS സംവിധാനത്തിന്റെ പ്രഖ്യാപനത്തോടൊപ്പം ഓണസമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1,00,000 ബ്രോഡ്ബാൻഡ് വരിക്കാരെന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് ആദരവും നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിനായി ദേവസ്വം നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ദർശന സൗകര്യം നാളെ നിലവിൽ വരും. കിഴക്കേ നടയിൽ ചൊവ്വാഴ്ച രാവിലെ 6:30 ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം സാധ്യമാകും. പുതുക്കാടുണ്ടായ വ്യത്യസ്ത വാഹന അപകടത്തിൽ 2 മരണം. തൃശൂർ പുതുക്കാട് KSRTC ബസ് ഇടിച്ച് കാഞ്ഞൂർ സ്വദേശി സിന്ധുവും പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് ചെറുതുരുത്തി പള്ളം സ്വദേശി റിജാസും മരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നൽകേണ്ടിവരുന്ന ഏകദേശം 600 കോടി രൂപയുടെ നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസർമാരെ കണ്ടെത്താനുള്ള നീക്കവുമായി ഗുരുവായൂർ ദേവസ്വം. ദേവസ്വത്തിന്റെ നിലവിലെ നിക്ഷേപത്തിൽ നിന്ന് തുക ചെലവഴിക്കാതെ സന്നദ്ധരായ വ്യക്തികളെ കൊണ്ടും സ്ഥാപനങ്ങളെ കൊണ്ടും ഈ ചിലവ് വഹിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ചരമവാർഷികാചരണം ചാവക്കാട് കാജ കമ്പനി ഹെഡ് ഓഫീസിലെ ജീവനക്കാരനായിരുന്ന പുന്ന വിളക്കത്തല കണ്ണൻ എന്ന് വിളിക്കുന്ന കൃഷ്ണകുമാറിന്റെ 6ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.